നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ഉദ്ഘാടന മത്സരത്തിൽ നാളെ KKRഉം RCBയും തമ്മിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 7:30 മത്സരം ആരംഭിക്കുക. ഇതിൻ്റെ ഒരു ത്രില്ലിലാണ് നമ്മളൊക്കെ ഉള്ളത്. റൺമഴ പെയ്യുമോ എന്നുള്ളത് ഉറ്റുനോക്കുന്നവരുടെ മുന്നിലേക്ക് ഇതാ ശരിക്കുള്ള മഴയുടെ ഭീഷണി വരുന്നു. നാളത്തെ ഉദ്ഘാടന മത്സരം കുളമാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മഴ പണി തരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് വെതർ ഫോർകാസ്റ്റ്. ഇന്നിപ്പോൾ കൊൽക്കത്തയിൽ ഡ്രിസിലുണ്ട്, മഴ പെയ്യുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൊൽക്കത്തയിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ വെതർ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ ഒന്നുകൂടി ഇവിടുത്തെ സുഹൃത്തുക്കൾക്ക് കൂടി കാര്യം വ്യക്തമാകും. എന്തായാലും ഇപ്പോൾ ലഭ്യമാവുന്ന നാളത്തെ ഫോർകാസ്റ്റ് അക്യുവെതറൊക്കെ നൽകുന്നത് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. നാളെ കളി തുടങ്ങുന്ന സമയത്ത് ഒരു ഫോർകാസ്റ്റ് എന്ന് പറയുന്ന ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 50% മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. 25 ഡിഗ്രി ആണ് ചൂട് കാണിക്കുന്നതെങ്കിലും 50% മഴയ്ക്ക് സാധ്യതയുണ്ട്. പിന്നെ ഒരു 8 മണി 9 മണിയൊക്കെ സമയമാകുമ്പോൾ അതൊന്ന് കുറഞ്ഞ് 40-20% രൂപത്തിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് മഴ അങ്ങ് മാറി നിൽക്കുമെന്ന രൂപത്തിലാണ് ഇപ്പോൾ ഫോർകാസ്റ്റ് വരുന്നത്. ഏതായാലും ഒരു ലൈറ്റ് റെയിനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഫോർകാസ്റ്റുകളൊക്കെ കാണിക്കുന്നത്. ഒരു 40% പെർസിപ്പിറ്റേഷൻ കാണിക്കുന്നുണ്ട്. ഹ്യൂമിഡിറ്റി 75%. അപ്പോൾ ഇതിൽ എന്തായാലും മഴ വന്ന് കളി തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടും കളി ഒലിച്ചു പോയില്ലെങ്കിലും ഇടയ്ക്കിടെ മഴ വന്ന് ഒരു മത്സരം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ 20 ഓവർ മത്സരം നടക്കാതെ ചെറിയ ഓവറുകളുടെ മത്സരം നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ പിച്ച് കണ്ടീഷനും ടോസ് കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിച്ച് കണ്ടീഷൻ ഇപ്പം എല്ലാവരും നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു പക്ക ബാറ്റിംഗ് ട്രാക്കാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അത് ബാറ്റർമാർക്ക് അനുകൂലമാകുന്ന ഒരു പിച്ച്. അതിൽ സ്പിന്നർമാരുടെ റോളും വളരെ ക്രൂഷ്യലാണ്. വരുൺ ചക്രവർത്തിയെ പോലെയൊക്കെയുള്ളവർക്ക് സ്വാഭാവികമായിട്ടും അവിടെ ചില മിസ്റ്റേക്കുകൾ കാണിക്കാനുണ്ടാവും. അദ്ദേഹവും സുനിൽ നാരായണനും ചേർന്നുള്ള ബൗളിങ്ങിന് പ്രധാനപ്പെട്ട റോൾ എന്തായാലും അവിടെ വഹിക്കാനുണ്ട്. ഏതായാലും ബാറ്റർമാർക്ക് വളരെ അനുകൂലമായ ഒരു പിച്ചാണ് കൊൽക്കത്തയിലേത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് 6 ടോട്ടലുകൾ 200 മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ 262 സക്സസ്ഫുള്ളി ചേസ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. സോ 200 മുകളിലുള്ള ഒരു റൺസ് വരാൻ സാധ്യതയുള്ള പിച്ചാണ് എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും കാണിക്കുന്നത്. പക്ഷേ ഇങ്ങനെ മഴ വരികയാണെങ്കിൽ കാര്യങ്ങളാകെ അവതാളത്തിലാകും. എല്ലാ പ്ലാനുകളും തെറ്റും, എല്ലാ പ്രഡിക്ഷൻസും തെറ്റുന്നൊരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ടോസ് ലഭിക്കുന്ന നായകന്മാർ സ്വാഭാവികമായിട്ടും രണ്ടാമത് ബാറ്റ് ചെയ്യാൻ തീരുമാനമെടുക്കാനാണ് സാധ്യത. മഴ വരികയാണെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാനും രണ്ടാമത് ബാറ്റ് ചെയ്യുന്നതായിരിക്കും സൗകര്യപ്രദമാവുക. അതല്ലെങ്കിൽ പിന്നെ ഡ്യൂ വരും എന്നുള്ളത് കണക്കിലെടുത്താലും രണ്ടാമത് ബാറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ വേണമെങ്കിൽ 11 ഓവറുകൾക്ക് ശേഷം ഡ്യൂ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി ബോൾ വീണ്ടും ഒരു പുതിയ ബോൾ ഉപയോഗിക്കാം എന്നുള്ള റൂൾ കൂടി വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും ടോസിന് ശേഷം നായകന്മാർ തീരുമാനമെടുക്കുക എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ടോസ് കിട്ടിയ ടീം രണ്ടാമത് ബാറ്റ് ചെയ്യാൻ, അതായത് ആദ്യം ബൗൾ ചെയ്യാനാണ് സാധ്യത എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും മഴ ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.